നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവനെയൊക്കെ എന്റെ കാല് നിങ്ങൾ എല്ലാരും കൂടി എന്നെ എന്താ ചെയ്ത്? ഒടുക്കത്തെ അടിയായി പോയി. എല്ലൊടിഞ്ഞെന്നാ തോന്നുന്നേ. നിന്റെ ബാക്കി എല്ലാം കൂടെ പൊടിക്കേണ്ടതാണ്. അതാണല്ലോ നിന്റെ കയ്യിൽ പോയി. ഇത് തീരെ ശരിയായില്ല. ഭയങ്കര ചീറ്റിംഗ് ആയിപ്പോയി. ഇത് ഞങ്ങൾക്ക് ക്ഷമിക്കാനും പറ്റത്തില്ല കേട്ടോ. നീയാണോടി ഇവൻ ഇവിടെ ഒളിച്ചു കയറ്റിയത്? ഞാനല്ല. ഇവൻ വന്ന് ഈ റൂമിൽ കേറിയത് പോലും ഞാൻ അറിഞ്ഞില്ല. ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. നീ അറിയാതെ ആരും ഇതിനകത്ത് കയറില്ല. സത്യം റെഡി, നീ തന്നെയല്ലേ ഇവനെ ഇതിനകത്തോണ്ട് കയറ്റിയേ? ഞാനല്ല. എന്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. എന്നെ കൊണ്ടുവന്നത് നിങ്ങളല്ലേ. പിന്നെങ്ങനെയാ ഞാൻ ഇവനെ കൊണ്ടുവരുന്നേ? ഇവൻ ഇതിനകത്ത് ഉണ്ടായിരുന്നിട്ട് നീ എന്താ പറയാതിരുന്നേ? നീ എന്തിനാ ഞങ്ങളെ ഒളിച്ചേ? പറയടി. രണ്ടും കൂടെ നാടകം കളിച്ച് ഞങ്ങളെ പറ്റിക്കല്ലേ? അല്ലടാ. അല്ല കിരൺ, ഞാൻ ഇക്കാര്യത്തില് നിരപരാധിയാ. ആരോ വായി നോക്കിയിരിക്കാതെ നടന്നെന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്ക. വൃന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിവിടെ വന്നതില് വൃന്ദയ്ക്ക് ഒരു റോളും ഇല്ല. ഇവൻ വന്ന കാര്യം നിനക്ക് പറയായിരുന്നു. അത് നിന്റെ മിസ്റ്റേക്കാ. പറയാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. എത്ര വട്ടം ഞാൻ പറയാൻ ശ്രമിച്ചതാ. ഇവന്റെ പേര് കേൾക്കാൻ പോലും നിങ്ങൾ ആരും താല്പര്യം കാണിച്ചില്ല. ഇവനെ കണ്ണി കണ്ട പോലീസിനെ ഏൽപ്പിക്കാനല്ലേ നമ്മൾ തീരുമാനിച്ചത്. അയ്യോ, എന്നെ പോലീസിൽ ഏൽപ്പിക്കല്ലേ. അതിനേക്കാൾ നല്ലതും എന്നെ കൊല്ലുന്നതാ. നിന്നെ തട്ടിയിട്ട് ഞങ്ങൾ എന്താ ജയിലിൽ കിടക്കണം? എടോ, വൃന്ദ നിന്നെ നിന്റെ നാട്ടിലെത്തിച്ചതല്ലേ. പിന്നെ എന്തിനാ നീ പോയ വേഗത്തിൽ തിരിച്ചു വന്നേ? സത്യം പറടാ, എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങളുടെ ഭാവി തൊലക്കണം നിനക്ക്? പറടാ, എന്തിനാ നീ തിരിച്ചു വന്നേ? എന്താണ് നിനക്ക് നാവില്ലേ? കിരണേ, ഇവനെ പോലീസിൽ ഏൽപ്പിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാരും കുഴപ്പത്തിലാവും. ഇവനെ പോലീസിൽ ഏൽപ്പിച്ച് കൈ കഴുകുന്നതാണ് നമുക്ക് നല്ലത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് കേട്ടതിന് ശേഷം തീരുമാനിക്കും പോലീസിൽ ഏൽപ്പിക്കണോ വേണ്ടിയോന്ന്. എനിക്ക് എന്താണ് സംഭവിച്ചേ? അത്രയും ദൂരം സഞ്ചരിച്ചിട്ട് നീ ഇവിടേക്ക് തന്നെ എന്തിനാ വന്നേ? പറയാം. എന്റെ അവസ്ഥ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ എന്തായാലും പറ. അത് കേട്ടിട്ട് ഉൾക്കൊള്ളണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിക്കാം. വൃന്ദ എന്നെ അവിടെ എത്തിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ എനിക്കെന്റെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. അതെന്താ? അന്ന് നമ്മൾ അവിടെ കണ്ട ആ സംസാരിക്കാൻ പറ്റാത്ത സ്ത്രീയില്ലേ, താൻ പോയതിനു ശേഷം ആ സ്ത്രീയുടെ ഭർത്താവ് അവിടെ വന്ന് അയാൾ വന്നപ്പോഴാ ഞാൻ ശരിക്കും ഞെട്ടിയത്. എന്റെ വീട് നിന്ന ഭാഗമൊക്കെ കുറെ കാലം മുമ്പേ ഉരുൾപൊട്ടി മലവെള്ളം എടുത്തോണ്ട് പോയത്ര. അപ്പോ നിന്റെ വീടും അമ്മയും? അതൊക്കെ പോയി. ആ പ്രദേശത്തുള്ളവരൊക്കെ മറ്റെവിടെയും മാറ്റി പാർപ്പിച്ചിരിക്കുക. ആ കൂട്ടത്തിൽ അമ്മയുണ്ടാവും. പക്ഷെ അതെവിടെയാണെന്ന് എനിക്കറിയില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അമ്മയുള്ള സ്ഥലം തേടി പിടിക്കാനും പറ്റില്ലല്ലോ. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതാ ഞാൻ തിരികെ പോകുന്നത്. വരുന്ന വഴി വൃന്ദയുടെ സ്കൂട്ടർ കണ്ടെത്തി. അതെടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പൊ നീയാണല്ലേ വൃന്ദയുടെ സ്കൂട്ടർ ഗേറ്റ് കൊണ്ടുവച്ചത്? അതെ.
ഞാനാ. ആ സ്കൂട്ടർ വർക്ക് ചെയ്യില്ലായിരുന്നല്ലോ, നീ എങ്ങനെ പിന്നെ ഇത് ഓടിച്ചോണ്ട് വന്നേ? ശരിയാ, അത് വർക്കിംഗ് അല്ലായിരുന്നു. ഞാൻ കുറെ പണിപ്പെട്ട് അത് ശരിയാക്കിയത്. ഇവിടുത്തെ റീഡിംഗ് റൂമിൽ ഒളിച്ചു നിന്നത് നീയാണോ? അതെ, മറ്റൊരു വഴിയില്ലാത്തപ്പോ അത് ചെയ്തതാ. ഒളിച്ചിരിക്കാൻ വന്ന നീ എന്തിനാ പുസ്തകം വായിച്ചേ? അത് പിന്നെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. കൊള്ളാം. പെൺകുട്ടികളുടെ ഹോസ്റ്റലില് ആരും സംശയിക്കാതിരിക്കാൻ ആൺകുട്ടിയുടെ സ്വരത്തിൽ പുസ്തക വായന. ഈ ഗേൾസ് ഹോസ്റ്റലാണെന്നും ആദ്യം ഓർത്തില്ല, പിന്നെ ഓർമ്മ വന്ന്. നിനക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ പിന്നെ എങ്ങോട്ടെങ്കിലും പൊക്കൂടായിരുന്നോ? ഇങ്ങോട്ട് വന്ന എന്തിനാ? അതെ, അക്കാര്യത്തിൽ എനിക്കും ഡൗട്ടുണ്ട്.